എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സാഞ്ചി അവനങ്ങനെ കറങ്ങി വന്ന് അവന്റെ കാല് വെച്ച് ഡോഫ്ലമിംഗോയ്ക്ക് ഒറ്റ അടി. ഡോഫ്ലമിംഗോയുടെ ബോഡിയിൽ ഇപ്പൊ ചെറുതായിട്ട് തീ കത്തിപ്പടരും. പക്ഷേ ഡോഫ്ലമിംഗോയ്ക്ക് യാതൊരു കൂസലുമില്ല. അവന്റെ സ്ട്രിങ് പവർ വെച്ച് തിരിച്ച് സാഞ്ചി അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ താഴേക്ക് വീഴാണ്. സാഞ്ചി അടികെട്ടി താഴെ വീഴുന്നത് കണ്ട നമ്മുടെ ആൾക്കാർക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അവരാണെങ്കിൽ ഒരുപാട് ടെൻഷനിൽ നിൽക്കും. ഡോഫ്ലമിംഗോയ്ക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ കപ്പലിനെ നോക്കി അങ്ങനെ ചാടി വരികയാണ്. പക്ഷെ നമ്മുടെ സാഞ്ചി അവൻ അത്ര വേഗമൊന്നും അവന്റെ തോൽവി സമ്മതിക്കില്ല. സാഞ്ചി ചാടി വന്ന് ഡോഫ്ലമിംഗോയെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച് അടിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷ അത് വീണ്ടും തിരികെ കിട്ടുകയാണ്. സാഞ്ചി കമോൺ കമോൺ, അവനെ അടിക്ക്, അവനെ വെറുതെ വിടാൻ പാടില്ല. നമ്മുടെ പവർ എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്ക്. സാഞ്ചിക്കാണെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂടെ ആവുമ്പോ ഡബിൾ പവർ ആവും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അങ്ങനെ സാഞ്ചിക്ക് നേരെ ടേൺ ചെയ്യും. അതിനുശേഷം കൈകൊണ്ടൊരു ആക്ഷൻ കാണിക്കും. സെക്കൻഡ് സാഞ്ചി അവനങ്ങനെ സ്കൈയില് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ ചപ്പർത്തലച്ച ആന്റിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവൾ വിളിച്ചു പറയും, അതാണ് ഞങ്ങളുടെ മാസ്റ്ററിന്റെ പവർ. ഒരു വെബ് പോലെ അവനവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സാഞ്ചിക്ക് മനസ്സിലാവും അവനെ കൊണ്ട് ഡോഫ്ലമിംഗോയെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ അത്രയും പവറുണ്ട്. ഇവിടെ നാമിയും ബ്രൂക്കും ആണെങ്കിൽ ആയുധങ്ങളൊക്കെ എടുത്ത് റെസിസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. സാഞ്ചി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നിലവിളിച്ച് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ബൂസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. പക്ഷെ അവർക്കാണെങ്കിൽ സാഞ്ചി അവിടെ ഒറ്റയ്ക്ക് വിട്ടു പോകാൻ മനസ്സ് വരില്ല. അതിനാൽ ഡോഫ്ലമിംഗോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയർ ചാട്ട അതെടുത്ത് ഇപ്പൊ സാഞ്ചി ആഞ്ഞടിക്കും. ഫർഗർലോ ആണെങ്കിൽ സെക്കൻഡ് കൊണ്ട് ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് സാഞ്ചിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം സീസറിനെയും സാഞ്ചിയെയും അവർ രണ്ടുപേരെ ഒരുപോലെ പിടിച്ച് അടുത്തൊരു റൂം ക്രിയേറ്റ് ചെയ്ത് കപ്പലിന്റെ അടുത്തേക്ക് പോകും. ഡോഫ്ലമിംഗോയ്ക്ക് കൺട്രോൾ പോയി. അവൻ ആ ചാട്ട വെച്ച് ആഞ്ഞു വീശും. ആ ചാട്ട അങ്ങനെ തെറിച്ചു പോയി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിങ്ങിൽ അടിച്ച് ആ ബിൽഡിങ് അതങ്ങനെ തകർന്ന് വീഴുകയാണ്. ഇവിടെ ട്രഫാർഗർലോ ആണെങ്കിൽ സീസറിനെയും നമ്മുടെ സാഞ്ചിയെയും അവർ രണ്ടുപേരെയും കപ്പലിലേക്ക് സേഫായി എത്തിക്കും. സീസർ ആണെങ്കിൽ ഡോഫ്ലമിംഗോയെ വിളിച്ച് നിലവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടുപുറകില് ചപ്പറത്തലച്ച ആന്റിയെ കാണാം. ആവു ആന്റി, നിങ്ങൾ ഇതിലുണ്ടായിരുന്നോ? പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. ഒരുപാട് ദിവസമായി ഇവരുടെ കൂടെ ഈ കപ്പലിൽ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. അതിന് ആന്റി ആണെങ്കിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ചെയിൻ കാണിച്ചു കൊടുക്കും. നീ ഇത് കണ്ടില്ലേ, ഇവരെന്നെ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എനിക്കൊന്ന് ഞാനായിട്ട് പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ പൊട്ടിക്കരയും. ആ ഡോഫ്ലമിംഗോ ആണെങ്കിൽ വീണ്ടും ടേൺ ചെയ്ത് കപ്പലിന് ലക്ഷ്യാക്കി വരികയാണ്. ഇവിടെ ട്രഫാർഗർലോ നമ്മുടെ ആൾക്കാരോട് ആ സ്മൈൽ കമ്പനിയെ കുറിച്ച് ചോദിക്കും. അതിന് അവര് പറയും, അത് കണ്ടുപിടിച്ചു, അത് നശിപ്പിക്കാൻ ഫ്രാങ്കി ടീമും അവിടേക്ക് പോയി കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ ട്രഫാർഗർലോയ്ക്ക് ഒരു അല്പം ആശ്വാസം തോന്നും. എങ്ങനെയെങ്കിലും കുറച്ചു നേരം ഈ ഡോഫ്ലമിംഗോയെ ഇവിടെ പിടിച്ചു നിർത്തണം. അങ്ങനെ നിർത്താൻ കഴിയുകയാണെങ്കിൽ എന്റെ പ്ലാൻ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ട്രഫാർഗർലോ അവനിപ്പോ കയ്യിലൊരു ഹാർട്ട് എടുക്കും. സീസർ ആണെങ്കിൽ ട്രഫാർഗർലോയുടെ കയ്യിലേക്ക് നോക്കും. അതിലൊരു ഹാർട്ട്. ഓ മൈ ഗോഡ്, അതെന്റെ ഹാർട്ട് അല്ലേ എന്ന് പറഞ്ഞ് അവനിപ്പോ തുള്ളിച്ചാടും. ട്രഫാർഗർലോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, നിന്റെ ഹാർട്ട് അല്ല മറിച്ച് എന്റെയാണ്. നിന്റെ ഹാർട്ട് അതെന്റെ ഹാർട്ടിന്റെ പൊസിഷനിലാണ് ഞാൻ വെച്ചത്. എന്റെ ഹാർട്ട് അത് ഈ കപ്പലിലാണെന്ന് പറഞ്ഞ് ആണെങ്കിൽ ഇപ്പൊ സീസറിന്റെ ഹാർട്ട് എടുത്ത് അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. ട്രഫാർഗർലോ ആണെങ്കിൽ സോ ഐലാൻഡിലേക്ക് പോകാനുള്ള ഒരു വിബ്രു കാർഡ് ഇപ്പൊ നാമിയുടെ കയ്യിൽ കൊടുക്കും. ഞാൻ ഐലാൻഡിലേക്ക് പോവാണ്, നിങ്ങൾ എത്രയും വേഗം ഈ സോ ഐലാൻഡിലേക്ക് പോകണം. നാമിക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ ലൂഫിയും ബാക്കിയുള്ളവരെല്ലാവരും ഈ ഐലാൻഡിലാണ്, അവരില്ലാതെ ഞങ്ങൾ എവിടേക്കും പോവില്ല. ഫാർഗർലോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾ ആ സ്മൈൽ കമ്പനി അത് അടിച്ചു തകർത്ത് അവിടേക്ക് എത്തും. ഇതുവരെ നിങ്ങൾ സേഫ് ആയിട്ട് ഈ സീസറിനെയും കൊണ്ട് ആ ഐലാൻഡിലേക്ക് പോകണം. അങ്ങനെ അവർ കാര്യമായിട്ട് തർക്കിക്കുമ്പോഴായിരിക്കും ഒരു വലിയ നിഴല് അവരുടെ കപ്പലിന് തൊട്ട് മുകളിലായിട്ട് അവർ കാണുക. അവര് തലയുയർത്തി അതെന്താണെന്ന് നോക്കും. വലിയൊരു ജയന്റ് നേവി കപ്പല്. ട്രഫാർഗർലോയ്ക്കാണെങ്കിൽ ആ കപ്പൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ അദ്ദേഹമാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന്. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ട്രഫാർഗർലോ നിലവിളിച്ച് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സേഫ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഐലാൻഡിലേക്ക് പോവാം. രണ്ടായാലും സീസറിനെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല, അവനാണ് നമ്മുടെ കയ്യിലെ സ്ട്രൈക്കർ. സാഞ്ചി ആണെങ്കിൽ ലോഡ് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഞങ്ങൾ അവനെ പ്രൊട്ടക്ട് ചെയ്യും. മാത്രമല്ല ഞങ്ങൾ ഇവിടുന്ന് നീ പറഞ്ഞതനുസരിച്ച് ഇവിടുന്ന് മാറിപ്പോവുകയാണെന്ന് പറയും. ട്രഫാർഗർലോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമാവും. ആ വിങ്കിള് കപ്പലിനെ നോക്കി വരുന്നത് കണ്ട ലോ അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ ഡൈവേർട്ട് ചെയ്യും. ഇവിടെ ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ഫൈറ്റ് ഒന്നും കണക്കിലെടുക്കാതെ ഹായ് ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പൽ ടേൺ ചെയ്യാണ്. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ അവൻ വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് നേരെ ആ ചാട്ട ആഞ്ഞു വീശാണ്. പക്ഷെ അപ്പോഴേക്കും ട്രഫാർഗർലോ അവന്റെ സ്ക്വാഡ് വെച്ച് അങ്ങനെ ആ ചാട്ടയെ ബ്ലോക്ക് ചെയ്യും.
ട്രഫാൽഗറിലോ നിലവിളിച്ച് പറയും, ഓപ്പർ, നാമി, നിങ്ങൾ എത്രയും വേഗം കപ്പൽ ടേൺ ചെയ്ത് ഇവിടുന്ന് പോ. ക്ലൗഡ്സ് ഇല്ലാത്ത സ്ഥലം നോക്കി വേണം നിങ്ങൾ കപ്പലുമായിട്ട് പോവാൻ. അതിന് ബ്രൂക്കും ചോപ്പറും അങ്ങനെ എല്ലാവരും ഓക്കെ പറഞ്ഞ് അവരിപ്പോ ബൂസ്റ്റർ യൂസ് ചെയ്യാൻ തയ്യാറാവും. അതേസമയം ഡോഫ്ലമിംഗോ അവന്റെ സ്ട്രിങ്സ് ഒക്കെ വെച്ച് അറഞ്ച അറ്റാക്ക് ചെയ്യും. ട്രഫാൽഗറിലോ എല്ലാ അറ്റാക്കും ഈസി ആയിട്ട് തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആ കപ്പലിനെ നോക്കി പാഞ്ഞു വരും. അതുകൊണ്ട് ഒരു കത്തിയെടുത്ത് ചപ്പറത്തലച്ച ആന്റിയുടെ കഴുത്തിൽ വെക്കുകയാണ്. അതുകൊണ്ട് ഡോഫ്ലമിംഗോ അവൻ പകച്ചു നിൽക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ചോപ്പർ അവൻ ബൂസ്റ്റർ ഓൺ ചെയ്ത് നല്ല സ്പീഡിൽ കപ്പൽ അങ്ങനെ സ്പീഡിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ സോറോയെ കാണിക്കും. അവനാണെങ്കിൽ ആ പച്ചത്തലേനോട് വിളിച്ചു ചോദിക്കും, ഹലോ, നീ ഉള്ളത് ഫ്ലോറിലാണോ? അവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീ അവനെ കാണുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ പച്ചത്തലയൻ ആ ചോദ്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് സന്തോഷത്തില് ആനന്ദ കണ്ണീരൊക്കെ വരുത്തി ചോറയെ കണ്ടതില് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഇടങ്ങണ്ണൊക്കെ ഇട്ട് ഇപ്പോ നമ്മുടെ സോറോയെ നോക്കുകയാണ്. സാമുറായിക്ക് മനസ്സിലാവും അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന്. സോറോ നിലവിളിച്ചു പറയും, നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഈ മാൻഷന്റെ അകത്തേക്ക് വരാൻ പറ്റുക? അതിനവൻ പറയും, നിങ്ങളെയും നിങ്ങളുടെ നേതാവ് സോഹാറ്റ് ലൂഫിയെയും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോറോ ആണെങ്കിൽ അത് കേട്ട് വണ്ടറടിക്കും. ഇവനെങ്ങനെ എന്നെ ലൂഫിയൊക്കെ തിരിച്ചറിഞ്ഞു എന്ന് ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫൈറ്റ് നടക്കുന്ന ആ ഒരു ഭാഗം കാണിക്കും. അവിടെ ഇപ്പൊ ഫൈറ്റ് ചെയ്ത് വളരെ കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. നമ്മുടെ ചുന്ദരം പൈറട്ട് അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ കറക്കി ഓരോരുത്തരായിട്ട് വെട്ടി വീശാണ്. റെബേക്ക ആണെങ്കിൽ ആരെ അറ്റാക്ക് ചെയ്യാതെ നൈസായിട്ട് എല്ലാവരെയും വെള്ളത്തിലേക്ക് തള്ളിയിടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവൾ ഇത്തവണ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ജയന്റുമായിട്ടാണ്. 1-2 ജയൻസ് അല്ല, ഒരുപാട് ജയൻസ്. അവറ്റുകളെല്ലാം തന്നെ റബേക്കയെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ റബേക്കയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. അവൾ നൈസായിട്ട് ഇപ്പൊ ബാറ്റിൽ ഗ്രൗണ്ടിന്റെ ബൗണ്ടറിയിലേക്ക് പോവും. അത് നോക്കി നമ്മുടെ ചുന്ദരം പൈറട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും വേറൊരു ലേഡി ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യുക. അവൻ ജസ്റ്റ് മിസ്സിന് അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് അവളെ തിരികെ അറ്റാക്ക് ചെയ്യും. അവളാണെങ്കിൽ അവനോട് പറയും, റബേക്കയെ ആരെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അവളുടെ പവർ അത് മാസാണ്. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ റബേക്കയുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് കോരിത്തരിച്ചിരിക്കുകയാണ്. ഇവിടെ ആ ജയൻസ് ആണെങ്കിൽ കുതിച്ചു പാഞ്ഞ് അവളുടെ തൊട്ടടുത്തെത്തും. അവരങ്ങനെ ക്ലോസ് എത്തേണ്ട താമസം അവൾ സിമ്പിളായി അവറ്റുകളുടെ എല്ലാ സ്ക്വാഡിൽ ആഞ്ഞടിച്ച് ആ വെള്ളത്തിലേക്ക് തെറിപ്പിച്ചിടുകയാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അവളുടെ പെർഫോമൻസ് കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. വാവ്, സത്യത്തില് അവിടെ എന്താ നടന്നേ? മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് ആണെങ്കിൽ സാഞ്ചിയെ കോണ്ടാക്ട് ചെയ്യും. പ്ലീസ് എങ്ങനെയെങ്കിലും ഇവിടേക്ക് തിരികെ വന്ന് ഞങ്ങളെ കൂടെ രക്ഷിക്കുക. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ വേണം ആ സ്മൈൽ ഫാക്ടറി അത് തകർക്കാനായിട്ട്. ഞങ്ങൾക്ക് മറ്റൊരു വലിയ ജോലിയുണ്ട്, ആ സീസറിനെ അവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ അവിടേക്ക് വരാനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ട്രഫാൽഗറിലോ അവനാണെങ്കിൽ ആ ചപ്പറത്തലച്ചി ആന്റിയെ ബ്രിഡ്ജിൽ കൊണ്ടുവന്ന് കിടത്തി അവളുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഡോഫ്ലമിംഗോ അവനിപ്പോ പതിയെ നടന്ന് ട്രഫാൽഗറിലോട് അടുത്തേക്ക് അങ്ങനെ വരികയാണ്. ട്രഫാൽഗറിലോ അവനെ നോക്കി ദേഷ്യപ്പെട്ട് പറയും, നീണ്ട 13 വർഷങ്ങൾക്ക് മുൻപ് നീ എനിക്ക് തന്ന ഒരു സമ്മാനമുണ്ട്, ഇതിന് പകരം ഞാനിപ്പോ നിനക്കൊരു സമ്മാനം തരാൻ പോവുകയാണെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ with Mallu Webisode.